ഇന്ത്യക്കെതിരെ ആദ്യ ഏകദിനത്തിൽ 7 വിക്കറ്റ് വിജയമായിരുന്നു ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരുന്നത്. ഇടയ്ക്കിടെ കളി മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് 26 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസാണ് നേടിയത്. 38 റൺസുമായി KL രാഹുലും 31 റൺസുമായി അക്സർ പട്ടേലുമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. പിന്നീട് ഓസീസിന്റെ വിജയലക്ഷ്യം ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 26 ഓവറിൽ 131 റൺസാക്കി മാറ്റുകയായിരുന്നു. വിജയലക്ഷ്യം 21-ാം ഓവറിൽ തന്നെ ഓസ്ട്രേലിയ മറികടക്കുകയും ചെയ്തിരുന്നു. മത്സരം വിലയിരുത്തിയ ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ നിർണായകമായ പ്രതികരണങ്ങളും എത്തിയിരുന്നു. പവർ പ്ലേയിൽ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഇതിനിടെ മഴയും കളി തടസ്സപ്പെടുത്തിയിരുന്നു. ഈ മത്സരത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായി സാധിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം പോസിറ്റീവുകളും ഈ മത്സരത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 130 റൺസ് പ്രതിരോധിക്കാൻ അവസാന ഘട്ടം വരെ പോരാടാനായി സാധിച്ചിരുന്നു. ചില ഘട്ടങ്ങളിൽ ഓസീസിലെ പ്രതിരോധത്തിലാക്കാനും സാധിച്ചു. അതിൽ തന്നെ വളരെ സംതൃപ്തരാണ് തങ്ങൾ. കുറെ നാളുകൾക്ക് ശേഷം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മത്സരം കാണാനായി എത്തിയ ഇന്ത്യൻ ആരാധകർക്ക് തീർത്തും നിരാശ തന്നെയാണ് ഇന്നുണ്ടായത്. 8 റൺസുമായി മുൻനായകൻ രോഹിത് ആദ്യം മടങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ ഡക്കായി സ്റ്റാർക്കിന്റെ പന്തിലാണ് കോഹ്ലി മടങ്ങിയത്. ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോഹ്ലിക്കും രോഹിത്തിനും തിളങ്ങാനുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ അവർ നഷ്ടമാക്കിയത്. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പ്രകടനങ്ങളെക്കുറിച്ച് ഗൗതം ഗംഭീറിനോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സരം കൊണ്ട് മാത്രം വിലയിരുത്താനുള്ളതായിരുന്നില്ല അവരുടെ ഇന്നിംഗ്സുകൾ എന്നായിരുന്നു ഗംഭീർ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും മോശം ഫോമിൽ തുടരുകയാണെങ്കിൽ പുതിയ താരങ്ങളെ രോഹിത്തിനും കോഹ്ലിക്കും പകരം ഇന്ത്യ ഏകദിന ഫോർമാറ്റിലേക്ക് പരിഗണിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഗംഭീറിന്റെ വാക്കുകളിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.